നമസ്കാരം, IW ക്യാമ്പസിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IoT അതേപോലെ തന്നെ സ്മാർട്ട് ഡിവൈസസിന്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഈ IoT, അതുപോലെ ഈ സ്മാർട്ട് ഡിവൈസസ് എന്താണ്, അതുപോലെ ഈ ഒരു എക്കോസിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് ഇതിനെ ഈ ഒരു എക്കോസിസ്റ്റം നമ്മുടെ ഫ്യൂച്ചർ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് IoT എന്താണെന്ന് നമുക്ക് നോക്കാം. സോ IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 1999 ആ ഒരു ഏരിയയിലൊക്കെ, ആ ഒരു സമയത്തൊക്കെയാണ് ഇതിന്റെ ആ ഒരു ഡെവലപ്മെന്റ്സ് വരുന്നത്. അതായത് ഫിസിക്കൽ ഒബ്ജക്ട്സ്, അതായത് സെൻസേഴ്സ്, സോഫ്റ്റ്വെയർസ്, കണക്ടിവിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിയൽ ടൈം നെറ്റ്വർക്കിനെയാണ് ഈ IoT എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ നോക്കുവാണ്, ഇപ്പം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലേ, ഇതിനകത്ത് വരുന്ന ഓരോ ഒബ്ജക്റ്റിനെയും അല്ലെ ഡിവൈസിനെയും നമ്മൾ തിങ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പം നമുക്ക് പല ടൈപ്പ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് പല ടൈപ്പ് ഡിവൈസസ്, ഈ സെൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിവൈസിന്റെ ഒക്കെ ഒരു കംപ്ലീറ്റ് ഒരു കണക്റ്റഡ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ IoT എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ, അതായത് ഒബ്ജക്ട്സ് ടു സെൻസ് ദെയർ എൻവയോൺമെന്റ്, ആ ഒരു എൻവയോൺമെന്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സ്, അതുപോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക മറ്റുള്ള ഡിവൈസ്, അതായത് വിത്തിൻ ആ നെറ്റ്വർക്കിലുള്ള ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനൊന്നും ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്ന ഈ ഡിവൈസസിനെയൊക്കെയാണ് നമ്മൾ IoT എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഡിവൈസ് ആണ്. കാരണം നമ്മൾ മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഈ സ്മാർട്ട് ഡിവൈസ്. അത് സ്മാർട്ട് വാച്ച് ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ സ്മാർട്ട് ഫോൺസ് ആണെങ്കിലും, അല്ലെങ്കിൽ പല ഗാഡ്ഗറ്റ്സും സ്മാർട്ടാണിപ്പോൾ. ഈവൻ ഫ്രിഡ്ജ് ആണെങ്കിലും AC ആണെങ്കിലും TV ആണെങ്കിലും ഒക്കെ ഇതെല്ലാം കൂടെ ഇപ്പം നമ്മുടെ ഒരു വീട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിവൈസുകൾ സ്മാർട്ടായിട്ടുണ്ട്. അപ്പം ഈ ഡിവൈസുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഈ ഡിവൈസുകളൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്മാർട്ട് വാച്ച് ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് സമയം നോക്കാൻ വേണ്ടി മാത്രമല്ല സ്മാർട്ട് വാച്ച് ഉപയോഗിക്കണം. അത് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ നോക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടൊക്കെ ഏതുവഴിയൊക്കെ ഓടുന്നു, അല്ലെ ആക്ടിവിറ്റി മോണിറ്റർ ചെയ്യാറുണ്ട്, ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഓക്സിജൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ തന്നെ അത് അതിൻ്റെ യൂട്ടിലൈസേഷൻ, എനർജി സേവിങ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അത് വെക്കുന്നുണ്ട്. സ്മാർട്ട് TV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, സ്ട്രീമിങ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങൾ സ്മാർട്ട് TV വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അതിൻ്റെതായ എന്താ പറയുക, ഒരു ഏരിയയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്കുകളിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മളൊരു IoT അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു സ്മാർട്ട് ഡിവൈസ് IoT ആണെന്ന് ചോദിച്ചാൽ അല്ല, ഒരു സ്മാർട്ട് ഡിവൈസ് IoT അല്ല. അതേസമയം മൾട്ടിപ്പിൾ സ്മാർട്ട് ഡിവൈസുകൾ എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഡിവൈസ് IoTയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്മാർട്ട് ഡിവൈസുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു IoT എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം എന്താ പറയുക, അങ്ങനെയുള്ള കളക്ഷനെയാണ് നമ്മൾ IoT എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കീ ആയിട്ടുള്ളൊരു ഭാഗമാണ് സ്മാർട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്കോസിസ്റ്റം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം IoT നമ്മളെപ്പോഴും ഒരു എക്കോസിസ്റ്റം എന്ന് പറയുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിനകത്ത് പല ടൈപ്പ് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. ടെമ്പറേച്ചർ, മോഷൻ ഡിറ്റക്ഷന്, ലൊക്കേഷന്, ബയോമെട്രിക്സ്, ഇങ്ങനെയുള്ള ഈ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഈ കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതിന് നമുക്ക് ചിലപ്പോൾ Wi-Fi ആയിരിക്കാം, 5G ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും IoT ഡിവൈസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണക്ടിവിറ്റി ആയിരിക്കാം. എന്നിട്ട് വൺസ് ഈ ഡേറ്റ എല്ലാം കൂടെ നമ്മൾ ഒന്നുകിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്ലൗഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അതിൽ കൊണ്ടുവന്ന് അതിനെ ഇൻജസ്റ്റ് ചെയ്ത് അതിൽ വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇന്റലിജന്റ് ആക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട ആക്ഷൻ എന്താണോ അത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം പല സോഴ്സസിൽ നിന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു,
എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇന്റലിജൻസ് ആഡ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് എന്താണോ വേണ്ടത് അത് നമ്മൾ ആക്ഷൻസ് ട്രിഗർ ചെയ്യാം, അലേർട്സ് വേണമെങ്കിൽ അലേർട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എക്കോ സിസ്റ്റം കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ IoT എന്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു IoT ഡിവൈസിൽ ടച്ച് ചെയ്യാതെ നമ്മൾ പോകില്ല ഒരു ദിവസവും. കാരണം എല്ലാ ദിവസവും നമുക്ക് ഒന്നും വേണ്ട, നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ വേണമെങ്കിൽ ക്യാമറ വരെ ഉണ്ട് IoT ബേസ് ചെയ്ത്. അപ്പോൾ അതുവരെ നമ്മൾ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും, ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മിക്കവാറും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ നമ്മൾ പലയിടത്തും അല്ലെങ്കിൽ പല IoT ഡിവൈസസും കടന്നു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇരയായി മാറാറുണ്ട് നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് ഈ IoT ഡിവൈസസ് ഇൻഡസ്ട്രിയെ ട്രാൻസ്ഫോം ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ബെറ്റർമെന്റ് ആണ് ഈ ഒരു IoT ഡിവൈസസ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് സൈഡിൽ ആണ് നമുക്ക് ഓട്ടോമേഷൻ്റെ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ട്രഡീഷണൽ രീതിയിൽ പ്രൊഡക്ഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള വലിയ വലിയ കമ്പനികളും ഒക്കെ ഇഷ്ടംപോലെ പ്രൊഡക്ട്സുകൾ ഇറക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രൊഡക്ട്സുമായിട്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ ഇറക്കുന്ന പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ അത് കോമ്പിറ്റൻസി വെച്ച് നോക്കുകയാണെങ്കിൽ പാടായിരിക്കും. ഒന്ന്, അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള, ഇപ്പം ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റ് സെയിം ആയിരിക്കണം. അത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ ചെയ്യുവാണെങ്കിൽ എപ്പോഴും ആയിരിക്കണമെന്നില്ല. പാക്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ആ പ്രൊഡക്ഷൻ ലൈൻ ആണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ലാസ്റ്റിൽ ആ സെയിൽസിന് എടുത്തുകൊണ്ട് പോയി വിൽക്കാൻ പറ്റുന്ന രീതിയിൽ ആ സെറ്റാക്കി വെക്കുന്ന അത്രയും ഏരിയ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു IoT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റും. ഈവൻ പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് പല രീതിയിലുള്ള IoT ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. റോബോട്ടിക്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഈവൻ സോർട്ടിങ്, നമുക്ക് പല രീതിയിലുള്ള പല റോ മെറ്റീരിയൽ സോർട്ട് ചെയ്യാനും അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും അതുപോലെ പല രീതിയിലുള്ള സെൻസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റോ മെറ്റീരിയലിൽ എത്രത്തോളം മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതുവഴി നമ്മളൊരു ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ ഇതിനെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കൂടുതൽ പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് സൈഡിൽ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാർ ഇൻഡസ്ട്രി ഒക്കെ നോക്കുകയാണെങ്കിൽ, ഓട്ടോമൊബൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ആയിട്ട് ഈ IoTയിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ഷൻ ലൈന് പെട്ടെന്ന് അവർക്ക് ഒത്തിരി ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവരാൻ പറ്റും, കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽസ് കാറുകൾ ഇറക്കാൻ അല്ലെങ്കിൽ വെഹിക്കിൾസ് ഇറക്കാനൊക്കെ അവർക്ക് പറ്റുന്നുണ്ട്. അഗ്രികൾച്ചറിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് കൊണ്ടുവന്നത് ഈ ഒരു IoT ആ ഒരു ഇതിന്റെ വളർച്ച കൊണ്ടാണ്. കാരണം ഒന്ന്, വെതർ ഫോർകാസ്റ്റിംഗ്, പിന്നെ ഈ സോയിലിന്റെ ക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്, അതുപോലെ റിയൽ ടൈം വെള്ളം വാട്ടറിങ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നുള്ള രീതിയിലോട്ട് നമ്മൾ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിന്റെ ആ ഒരു ഓവർ ആയിട്ടുള്ള നമ്മൾ ഉപയോഗം നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് ക്രോപ്പിന്റെ ഈൽഡ്, അതുപോലെ അതിന്റെ ക്വാളിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒത്തിരി സെൻസേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഈവൻ നമുക്ക് ഇതിനൊക്കെ പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ വീഡിസൈഡ്സോ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈവൻ സ്മാർട്ട് ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കൃത്യമായിട്ട് എപ്പം കൃഷി ചെയ്യാം, അതുപോലെ അത് അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഇതനുസരിച്ച് എന്തായിരിക്കും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിന് കിട്ടാൻ പോകുന്ന പൈസ അല്ലെങ്കിൽ അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അഗ്രികൾച്ചറൽ ഏരിയയിൽ IoT വന്നുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടൊരു ബൂം അവിടെ കൊണ്ടുവന്നു വെച്ചാൽ അവർക്കൊരു ഒത്തിരി ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഈവൻ ഇൻഷുറൻസിന്റെ ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു പ്രോസസ്സൊക്കെ IoT വെച്ചിട്ട് കുറേ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിലും ഭയങ്കരമായിട്ട് IoT വരുന്നുണ്ട്. അത് ഇപ്പം വൈറ്റൽ സയൻസ് ട്രാക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ മുതൽ നമുക്ക് ഈവൻ എയർലിയർ ഡിസീസ് ഡിറ്റക്ഷൻ വരെ അതിനകത്ത് പോസിബിൾ ആക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഒരു IoT ആ ഹെൽത്ത് കെയറിൽ ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇന്ത്യ പോലുള്ള രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് വന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൂറൽ ഏരിയാസിലോട്ട് നമുക്ക് ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. കാരണം ഈ ഒരു IoT അല്ലെ ടെലിമെഡിസിൻ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് ഒക്കെ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ കൊണ്ടുവരാനും പറ്റി, റിമോട്ടായിട്ടുള്ള ഹെൽത്ത് കെയറുകൾ. അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റീസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കംപ്ലീറ്റ് ഒരു സിറ്റി ട്രാഫിക് പ്ലാൻ ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സിറ്റി ഈവൻ ലൈറ്റ്സ്, സ്ട്രീറ്റ് ലൈറ്റ് അത് ഓട്ടോമാറ്റിക് ഓൺ ആകുകയോ ഓഫ് ആകുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അതുവഴി കറണ്ട് ഒക്കെ കൺസപ്ഷൻ കുറയുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സിറ്റിയിൽ എത്രത്തോളം പൊല്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് വേണ്ട റെമഡിയൽ ആക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർബൻ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ കുറേ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ IoT കൊണ്ടുവന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ IoT നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി സംസാരിച്ചു. എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലോട്ട് IoT കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ ഒരു 3 സ്റ്റെപ്പിൽ പറയാൻ പറ്റും. ഒന്ന്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇതാണ് IoT കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ട രീതിയിലുള്ള ഡേറ്റ IoTക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ IoT വെച്ചിട്ട് നമുക്ക് ആ ഡേറ്റ എടുക്കാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്ക് ഇപ്പം കൃഷിക്ക് പറ്റിയ സമയമാണോ അല്ലയോ, അല്ലെങ്കിൽ അടുത്ത ഒരു 6 മാസത്തേക്കുള്ള വെതർ ഫോർകാസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സോയില് അല്ലെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള സോയിലിന് ഇത്രത്തോളം മോയ്സ്ചർ വേണോ, അപ്പോൾ കൂടുതൽ വെള്ളം അതിൽ ഉപയോഗിക്കണോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ IoT അതിൻ്റെ ആ ബേസ് ചെയ്തിട്ടുള്ള ഇൻപുട്സിൽ നിന്ന് നമുക്ക് കുറേ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോസസ്സ് ഈസി ആക്കേണ്ടത്, അതുപോലെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ കാർഗോ അല്ലെ ഫ്രൈറ്റ് അല്ലെങ്കിൽ ഈ കൊറിയർ സർവീസസിലാണ്. അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈവൻ അഡ്വാൻസ്ഡ് AI വരെ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഈവൻ ഇപ്പം ജോഗ്രഫി ബേസ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഒരു സൈഡിൽ ഫ്ലഡ് അലേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടികളെ റിയൽ ടൈമിൽ തന്നെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഓൾട്ടർനേറ്റീവ് പാത്ത് വഴി നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഏത് റൂട്ടിൽ കൂടെ പോകുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് വരുന്നത്, ഏത് റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നുണ്ട്, ഏതൊക്കെ സമയത്ത് വണ്ടി പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്, ട്രാഫിക് കുറഞ്ഞ് അല്ലെങ്കിൽ കൂടുതൽ എനർജി സേവിങ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആ ഓപ്പറേഷണൽ എഫിഷ്യൻസി വഴി ഇത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ സ്മാർട്ട് മോണിറ്ററിങ്ങും അല്ലെങ്കിൽ ഈ IoT എനേബിൾഡ് ആയിട്ടുള്ള ഫ്ലീറ്റ് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുന്നത്. ഇനിയും ന്യൂ റവന്യൂ സ്ട്രീംസും കൊണ്ടുവരുന്നുണ്ട്. അതായത് നമുക്ക് IoT വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഒരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് അല്ലെങ്കിൽ ഡേറ്റ മോണിറ്റൈസേഷൻ ഇങ്ങനെയുള്ള പുതിയ റവന്യൂ ഏരിയയും കൂടെ ഈ ഒരു IoTക്കകത്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു IoTയുടെ ഒരു ബിസിനസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി IoTയുടെ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ഈ IoT പോകുന്നത്, അല്ലെങ്കിൽ എവിടൊക്കെയാണ് ഈ IoT ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI എനേബിൾഡ് IoT ഇപ്പം വരുന്നുണ്ട്. എന്ന് വെച്ചാൽ IoTയും AIയും കൂടെ ചേർന്ന് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുക മാത്രമല്ല. സാധാരണ നമ്മൾ IoT എന്ന് പറയുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. പക്ഷെ അതിനകത്ത് AI വരുമ്പോഴത്തേനും AIയുടെ ഒരു ഇന്റലിജൻസും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്ത് വരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, പല രീതിയിലുള്ള ഒരു ഹ്യൂമൻ അൽഗോരിതം അല്ലെങ്കിൽ ഒരാളിരുന്ന് ഒരു അൽഗോരിതം ഉണ്ടാക്കുന്ന
ആ ഒരു ടൈമിന്റെ ഒരു മില്ലി സെക്കൻഡ് പോലും വേണ്ട നമുക്ക് ഒരു AI എനേബിൾഡ് ആയിട്ടുള്ള ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള അനലൈസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് എൻഡ് ഓഫ് ദ ഡേ അത് എത്രത്തോളം കറക്റ്റ് ആണ് എന്നും കൂടെ നോക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പല കറക്റ്റീവ് മെക്കാനിസംസ് AIക്കകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള ബൗണ്ടറീസും അതിന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, കുറെ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. ഈ പ്രഡിക്റ്റീവ് അൽഗോരിതവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ AI വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളെല്ലാവരും സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മൾ 24 hours കെട്ടിക്കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു നല്ലൊരു ഐഡിയ അതിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും. അതിൻ്റെ ആ ഒരു ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ ഇത് ഹെൽത്ത് കെയറിൽ ഏതെങ്കിലും ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ഇപ്പം ഹാർട്ട് ബീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിലും എത്ര എനർജി ബേൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫുഡ് കഴിക്കുമ്പം എത്ര കലോറീസ് കഴിച്ചിട്ടുണ്ട്. പല ഹോട്ടൽസിലും നമുക്ക് ഈ സ്മാർട്ട് വാച്ച് വെച്ചിട്ട് നമുക്ക് ഈവൻ നമുക്ക് ഡയറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെനുവിൻ്റെ അകത്ത് ഏതൊക്കെയാണോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും ഇൻ്റഗ്രേഷൻസും ഒക്കെ പലയിടത്തും നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ വലിയ ലാർജ്ലി അത് ഇന്ത്യയിലൊന്നും ഡിപ്ലോയ് ആയിട്ടില്ല. പക്ഷെ പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഉറക്കവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു ഡേറ്റ അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് പാറ്റേണും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം ഏതെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു റീസൺ അവർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു AI വെച്ചുകൊണ്ട് തന്നെ ആ ഒരു അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു റിസൾട്ട് അവിടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇന്റലിജൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ ഒരു AIയും IoTയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5G കണക്ടിവിറ്റി അത് വന്നതിന് ശേഷം ഒന്ന് ലെറ്റൻസി എന്ന് വെച്ചാൽ ഈ ഡിലേ കുറഞ്ഞു. ആപ്ലിക്കേഷൻസ് ഒക്കെ റിയൽ ടൈം മോണിറ്ററിംഗ് ഒക്കെയാണ് അതിൻ്റെ ഡിലേ കുറഞ്ഞു, സ്പീഡ് കൂടി. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ IoT എനേബിൾഡ് ഡിവൈസസ് ഒക്കെ ഈ 5G സപ്പോർട്ട് ചെയ്തു, കാരണം അതിന് പവർ കൺസപ്ഷൻ വളരെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൊബിലിറ്റി സർവീസിൽ നമ്മൾ ഈ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ മൂവ്മെന്റ് ഉള്ള എന്ന് വെച്ചാൽ അതിൽ ഒന്ന് ലോജിസ്റ്റിക്സ്, അതുപോലെ ക്യാബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ബസ് ട്രാക്കിങ്, അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള മൊബിലിറ്റി ബേസിലുള്ള ട്രാക്കിങ്. ഈവൻ ഞാനൊരു പാഴ്സൽ അയക്കുവാണെന്നുണ്ടെങ്കിൽ ആ പാഴ്സൽ റിയൽ ടൈമായിട്ട് എനിക്ക് എവിടെ പോകുന്നുണ്ട് എന്നുള്ള ട്രാക്കിംഗ് ഒക്കെ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു കണക്ടിവിറ്റി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കംപ്ലീറ്റ് ആ ഒരു ഗെയിം ചേഞ്ചർ. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൊക്കെ വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു ഈ ഒരു 5Gയുടെ റോൾ ഔട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പല രാജ്യങ്ങളിലും 5G ഡിപ്ലോയ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുവഴി പല IoT എനേബിൾഡ് ഡിവൈസസിനും അതിൻ്റെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാനും അല്ലെങ്കിൽ ഡേറ്റ ഫോർവേഡ് ചെയ്യാനും അല്ലെങ്കിൽ സെൻസേഴ്സിനൊക്കെ അതിൻ്റെ ഇൻഫർമേഷൻസ് റിയൽ ടൈമിൽ സ്ട്രീം ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഈ പല രീതിയിലുള്ള സെൻസേഴ്സ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ടൈം എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു സാറ്റലൈറ്റ് ഇമേജസും അല്ലെങ്കിൽ സാറ്റലൈറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ ഇമ്പാക്റ്റ് ഐഡന്റിഫൈ ചെയ്യാനും ഇതെല്ലാം നമുക്ക് ഈ ഒരു IoT എനേബിൾഡ് ആയിട്ടുള്ള ആ ഡിവൈസസ് വെച്ചിട്ട് ഈ കണക്ടിവിറ്റിയും കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് കുറെ കൂടെ ബെറ്റർ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് കമ്പ്യൂട്ടിങ്. അത് IoTക്കകത്ത് കൊണ്ടുവന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് എഡ്ജ് കമ്പ്യൂട്ടിങ് മാറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ജനറലി നമ്മളുടെ ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് വാച്ചിൻ്റെ അകത്തൊക്കെ നമുക്ക് കുറേ ഡേറ്റ ഈ സ്മാർട്ട് വാച്ചിൻ്റെ അകത്ത് തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ സെൻസറിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു കാര്യം മാത്രം സെൻസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റെസ്പോൺസ് ആയിരിക്കും കൊടുക്കുന്നത്. അതേസമയം സ്മാർട്ട് ഡിവൈസുകളുടെ ഒരു വരവോടുകൂടി തന്നെ
ഈ സ്മാർട്ട് ഡിവൈസസ് കുറെ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ട്രിഗേഴ്സോ അല്ലെങ്കിൽ അതിന്റെ ഡേറ്റയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസോ ആയിരിക്കും ഈ സെൻട്രലൈസ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പം ഒരു ഡിവൈസിൽ നിന്ന് വരുന്ന ഡേറ്റ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ ഒരു റിഫൈൻ ചെയ്ത് അതിനുള്ളൊരു ആക്ഷൻ ഒരു സെൻട്രലൈസ്ഡ് ഡിവൈസ് ചെയ്യുമ്പോൾ അതിന് ടൈം എടുക്കും. അതേസമയം ആ ഒരു ആക്ച്വൽ ഡിവൈസ് അല്ലെങ്കിൽ ആ ഇപ്പോൾ സ്മാർട്ട് വാച്ച് ആണെങ്കിൽ ആ സ്മാർട്ട് വാച്ച് തന്നെ അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ അത് തന്നെ കുറെ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്താ പറയുക ആ ഒരു ടൈം ഡിലേ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അൺനെസസറി ആയിട്ടുള്ള ഒരു റിയൽ ടൈം ഡേറ്റ എപ്പോഴും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ടൈം ഡിലേ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോസസ്സിങ്ങിന് ഡിലേ ഒക്കെ കുറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ എഡ്ജ് കമ്പ്യൂട്ടിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസുകളിലൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് വരികയും അതുപോലെ തന്നെ ഇതിന്റെ മെമ്മറിയും പ്രോസസ്സറും ഒക്കെ അപ്ഗ്രേഡ് ആയി വരികയും ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇതിൽ വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പം സ്മാർട്ട് വാച്ച് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചു നേരം ചുമ്മാതിരിക്കും, 1 മണിക്കൂറൊക്കെ ചുമ്മാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വാച്ച് ഓട്ടോമാറ്റിക്കലി വൈബ്രേറ്റ് ചെയ്യും, എന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറയും. അത് ശരിക്കും ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വേണം പിന്നെ ഈ വാച്ചിനോട് പറയണം വൈബ്രേറ്റ് ചെയ്യുന്നിട്ട് ഈ മെസ്സേജ് കാണിക്കുക എന്ന് പറയേണ്ടി വരും. അതേസമയം വാച്ചിൽ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രലൈസ് ആപ്ലിക്കേഷനെ അത്രയും ബിസി ആക്കേണ്ട ആവശ്യമില്ല. സെൻട്രലൈസ് ആപ്ലിക്കേഷൻ ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം സെൻട്രലൈസ് ആപ്ലിക്കേഷനോട് ജസ്റ്റ് വാച്ചിന് പറഞ്ഞാൽ മതി, ഞാനൊരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്ര നേരം ഐഡിയലായിട്ടിരുന്നു, ഒരു അലേർട്ട് കൊടുത്തിട്ടുണ്ട്, വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് പാസ് ചെയ്താൽ മതി. പക്ഷെ അതിന്റെ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാച്ചിൽ തന്നെ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഈ എഡ്ജ് കമ്പ്യൂട്ടിങ്ങിനകത്ത് വരുന്നൊരു ഒരു എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ് അതാണ്. അതിന്റെ പ്രോസസ്സിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സോഴ്സിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ഡിവൈസിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ IoTയുടെ ഒരു സെക്യൂരിറ്റി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IoT ഡിവൈസസിനെല്ലാം എൻഹാൻസ് സെക്യൂരിറ്റിയാണ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്ന IoT ഡിവൈസുകൾക്കൊക്കെ ഉള്ള പ്രശ്നം വെച്ചാൽ ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്മാർട്ട് വാച്ചസ് ഒക്കെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു പർട്ടിക്കുലർ കമ്പനിയുടെ സ്മാർട്ട് വാച്ച് എന്താണെങ്കിലും അവരുടെ സ്മാർട്ട് വാച്ച് ഒരു 10,000-15,000 അല്ലെങ്കിൽ 20,000 അല്ലെങ്കിൽ 1,00,000 ഒക്കെ സ്മാർട്ട് വാച്ചസ് സെയിൽ ആയിട്ടുണ്ടായിരിക്കും. ഈ സ്മാർട്ട് വാച്ചുകളിലെല്ലാം എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യുക ആരെങ്കിലും അത് ആ വൾണറബിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് എല്ലാം ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കാം. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സെർവറിലോ വല്ലോ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാർഡ്വെയർ സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളിൽ ഈ IoT ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡിവൈസിന്റെ അല്ലെങ്കിൽ അതിന്റെ ഹാർഡ്വെയർ സെക്യൂരിറ്റി പ്ലസ് ഈ പറഞ്ഞ ഈ ഹാർഡ്വെയർ എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസ് എങ്ങനെയാണ് ഈ IoT എക്കോ സിസ്റ്റത്തിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട് സെക്യൂരിറ്റി. അതാണ് സീറോ ട്രസ്റ്റ് ആർക്കിടെക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ AI ബേസ് ചെയ്തിട്ടുള്ള അൺയൂഷ്വൽ ബിഹേവിയേഴ്സോ പാറ്റേൺസോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ സ്മാർട്ട് വാച്ച് ഒരു കാരണവും ഇല്ലാതെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത് ഓൾറെഡി അതിന്റെ ബിഹേവിയറിന്റെ ഭാഗമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയുള്ള കോംപ്രമൈസ് ഉള്ള ഡിവൈസുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിന്റെ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി മാറ്റി അപ്ഗ്രേഡ് ചെയ്യുകയോ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും അതുപോലെ ഡേറ്റ എക്സ്ചേഞ്ചും സംഭവങ്ങളൊക്കെ ബ്ലോക്ക് ചെയിൻ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മിക്കവാറും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ആ ഒരു ബെനിഫിറ്റുകൾ, അപ്പോൾ പല ടെക്നോളജികളുടെയും അല്ലെ പല കോൺസെപ്റ്റുകളുടെയും ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു IoT ഈ ഒരു എക്കോ സിസ്റ്റത്തിലോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ അവരുടെ IoT എക്കോ സിസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഒരു അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IoTയുടെ വരവോടുകൂടി തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ, ഒന്ന് സസ്റ്റൈനബിലിറ്റി, എപ്പോഴും നമ്മളുടെ ലോകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീൻ എർത്ത്, ക്ലീൻ എർത്ത് എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചസ്, ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
പിന്നെ നമുക്ക് ഈ IoTയുടെ ആപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻഡസ്ട്രി വൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്നും നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഇത് നോക്കുമ്പോൾ ഇത് നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു യൂസേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ട്രെൻഡ് കൂടി വരത്തേ ഉള്ളൂ. ഈ IoT പെട്ടെന്ന് ഒരു ദിവസം ഒന്നും അപ്രതീക്ഷിതമാകാൻ പോകുന്നില്ല. ഈവൻ നമ്മളുടെ ഈ പേഴ്സണൽ ലൈഫിനെ പോലും വളരെ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഗൂഗിൾ അസിസ്റ്റന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് മൊബൈലിലുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ എല്ലാം ഓരോന്നോരോന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു സമ്മറി കംപ്ലീറ്റ്ലി കിട്ടും. എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യത്തിനെ പറ്റി ഒരു ഇത് കിട്ടും. അലക്സയോട് പറഞ്ഞാൽ ഏത് പാട്ട് വേണമെങ്കിലും പാടും. അതുപോലെ വെതർ ഫോർകാസ്റ്റ് ചെയ്യും. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അലക്സ ചെയ്തു. അപ്പം അതുവഴി ഇപ്പം ഞാനിപ്പം ഇപ്പം ഒരു യാത്ര തുടങ്ങാനായിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അലക്സയുടെ അഡ്വൈസും കിട്ടും. ഈ ഒരു റൂട്ട് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുടയെടുത്തോ മഴ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് യൂണിഫൈഡ് പ്രോട്ടോകോൾസ് ആണ്. ഇതിനകത്ത് പല കമ്പനികൾ പല ടൈപ്പിലുള്ള പ്രോട്ടോകോൾസ് പല ഡിവൈസുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ഇൻ്റഗ്രേഷൻസ് വളരെ സിമ്പിളായിട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ അലക്സ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അലക്സയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പം ഏതെങ്കിലും ഈവൻ ഒരു വലിയ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു കമ്പനികളിലെ അല്ലാതെ പോലും ചെറിയ ബ്രാൻഡുകളുടെ പ്രൊഡക്റ്റുകൾ പോലും അലക്സയുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകതയാണ്. ആ ഒരു യൂണിഫൈഡ് പ്രോട്ടോകോൾ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മെയിനായിട്ടൊരു കാര്യം. പിന്നെ എൻഹാൻസ്ഡ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ ഡിവൈസുകൾക്കൊക്കെ അതിൻ്റെതായ കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ ചെറിയ ലോ എനർജിയിൽ റൺ ചെയ്യുന്ന ഡിവൈസുകളാണ്. അതുപോലെ ലിമിറ്റഡ് ഹാർഡ്വെയറേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പൊട്ടൻഷ്യലായിട്ടുള്ള ത്രെട്ട് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മുടെ ഒരു ഓഫീസിനകത്ത് നമുക്ക് ബയോമെട്രിക് ഉണ്ട്. എല്ലാവരും ഫിംഗർ പ്രിന്റ് സ്കാൻ ചെയ്തിട്ട് ആണ് കയറുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് വൾണറബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാരുടെയൊക്കെ ഫിംഗർ പ്രിന്റിന്റെ ആ ഒരു പാറ്റേൺ കിട്ടും, അതെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ എൻക്രിപ്റ്റഡ് ആയിട്ടൊക്കെ വെക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഈ ഡിവൈസസിൽ മിക്കവാറും അതിൻ്റെ കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നുള്ളത് എനർജി മാനേജ്മെന്റ്. ഇതെല്ലാം ലോ എനർജിയിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് മിക്കവാറുള്ള എല്ലാ IoT ഡിവൈസസും. ഇതിനൊന്നും വലിയൊരു ഹൈ വോൾട്ടേജിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ലോ ആയിട്ടുള്ള എനർജിയിൽ റൺ ചെയ്തോളൂ. അതാണ് ഇതിനകത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനർജി ഇത് കുറയ്ക്കും. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എഫിഷ്യൻസി, അതായത് ഇപ്പം സെൻസേഴ്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൃത്യമായിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് ആണെങ്കിൽ കുറയ്ക്കാനും ഇത് സഹായിക്കാറുണ്ട്. അപ്പം ഇത് രണ്ട് വെർട്ടിക്കലിൽ ഇത് വർക്ക് ചെയ്യും. ഒന്ന്, നമ്മൾ ഈ ഒരു ഡിവൈസുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ സോളാറോ അങ്ങനെയുള്ള കാര്യങ്ങളോ യൂസ് ചെയ്തിട്ടായിരിക്കും. ഈ ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ എനർജി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ എനർജിയുടെ യൂട്ടിലൈസേഷൻ കുറയ്ക്കാനുള്ള ഓപ്ഷൻസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യൂസേജ് പാറ്റേൺസും ഒക്കെ കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ IoT ഡിവൈസസ് ഒക്കെ ഒരു സ്മാർട്ട് ഹോമിനെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വലിയൊരു റെവല്യൂഷനാണ് ഈ IoT കൊണ്ട് മൊത്തത്തിൽ സംഭവിച്ചേക്കുന്നത്. അത് ചെറിയ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് മുതൽ സപ്ലൈ ചെയിൻ അങ്ങനെയുള്ള കാര്യങ്ങളിലും, അതുപോലെ വർക്കറിൻ്റെ എഫിഷ്യൻസിയും, അതുപോലെ ക്വാളിറ്റി കൺട്രോളും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു IoT നല്ലൊരു റെവല്യൂഷൻ ഇൻഡസ്ട്രി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹെൽത്ത് കെയറിലും ആണ് ഏറ്റവും കൂടുതൽ ഒരു വലിയൊരു ചേഞ്ചസ് ഈ IoTക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അത് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും അതുപോലെ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷനും പേഷ്യൻസിൻ്റെ കണ്ടീഷൻസിനെ പറ്റിയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, അത് അലേർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ കംപ്ലീറ്റ് AI വെച്ചിട്ട് നമുക്ക് അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ ഒക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഡേറ്റ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സ്മാർട്ട് വാച്ച് പോലുള്ള കാര്യങ്ങളൊക്കെ
വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ തന്നെ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഡേറ്റ ഒരു ഗ്യാപ്പും ഇല്ലാതെ നമ്മളുടെ സിസ്റ്റത്തിൽ വരികയും അത് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു കംപ്ലീറ്റ് ഒരു പിക്ചർ ഒരു പേഷ്യന്റിനെ പറ്റിയാണെങ്കിൽ പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ആ ഒരു ഹെൽത്ത് കെയർ ഏരിയയിൽ വന്നിരിക്കുന്നത്. ഇന്ത്യയിലൊക്കെ അത് ഭയങ്കരമായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ IoT പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ബേസിക്കലി ഇനി IoTയുടെ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിലും ഈ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും ഇതിന്റെ ഫ്യൂച്ചർ വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ഇനിയും കൂടുതൽ IoT ഡിവൈസസും അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ടൊരു ട്രെൻഡ് നമ്മൾ കാണാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ട്രെൻഡിലോട്ട് നമ്മൾ പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്.